ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ വരവും അനന്തര സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള 286 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ദിവസങ്ങളിൽ പ്രാപഞ്ചിക ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഓരോ സംഭവങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആഡംബര പ്രിയം അഥവാ ആഡംബര ജീവിതം. ഇതുപോലെ ആഡംബരമുള്ള ഒരു കാലമില്ല. അത്ര മാത്രം പണമില്ലെങ്കിലും കടം മേടിച്ചായിരുന്നാലും ലോൺ എടുത്തായിരുന്നാലും ഓരോരോ ഫംഗ്ഷനിലെ അവരുടെ ആഡംബരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ സങ്കടം തോന്നിപ്പോവും. എന്താ ഇതിൻ്റെ പേര്? ശലോമോൻ പറയുന്നത് മായയാണ്. ചില മണിക്കൂറുകൾക്ക് മാത്രം ഉള്ള ആഡംബരമായ കാര്യങ്ങൾ. നമ്മുടെ കേരളത്തെ ഞെട്ടിച്ച വിഷയമാണല്ലോ 12-ലധികം വിലപിടിപ്പുള്ളതായ റോൾസ് റോയ്സ് മറ്റുള്ള കാറിൻ്റെ ഉടമസ്ഥന് ജീവിതം മുട്ടി. ആഡംബരം ഇല്ലാത്തതുകൊണ്ടായിരുന്നു സ്വന്തം പ്ലെയിനൊക്കെ മേടിച്ചു. പക്ഷെ കാര്യമെന്താണ്? ജീവിതം മുന്നോട്ട് പോകുവാൻ കഴിയാതായിപ്പോയി. ഇനി മുന്നോട്ടില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ ഒരു നിമിഷം ഒന്ന് ബൈബിളൊക്കെ വായിച്ച് പ്രശ്നത്തിന് നടുവിൽ ദൈവമേ ഒന്ന് സഹായിക്കണമൊക്കെ ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ രക്ഷപ്പെടാൻ അവസരം ഉണ്ടായിരുന്നു. ഇനിയും നമ്മുടെ കേരളക്കരയിലെ വിവാഹത്തിൻ്റെ ആഡംബരം നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്കിന് ലഗാനമില്ല. ലക്ഷങ്ങളാണ് പൊടിക്കുന്നത്, ലക്ഷങ്ങൾ ഒരു വിവാഹത്തിന്. ഈ പെന്തിക്കോസുകാർ ഒട്ടും പുറകോട്ടല്ല, അവരും മുൻപന്തിയിൽ തന്നെയാണ്. എങ്ങനെയൊക്കെ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ആഡംബരം കാണിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഒരു 3-4 മണിക്കൂറിൻ്റെ ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ കാട്ടിക്കൂട്ടുന്ന ആഡംബരം പലപ്പോഴും തലയിൽ കൈവച്ചു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനൊരു കർത്താവിൻ്റെ വേലക്കാരനാണ്. എൻ്റെ പണം മുഴുവൻ എൻ്റെ ദൈവത്തിൻ്റെതാണ്. ഞാൻ അനാവശ്യമായിട്ട് ചിലവാക്കാൻ പാടില്ല. ദൈവം തരുന്ന പണമാണ്. അത് നമ്മൾ അനാവശ്യത്തിനോ മുടക്കാൻ പാടില്ല. അതുപോലെ വിശ്വാസി ലോകമേ, നിങ്ങൾക്ക് പണമൊക്കെ ഉണ്ട്, സമ്മതിച്ചു. ഇതിലെ റീസോഴ്സൊക്കെ ചിന്തിക്കണം. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം ദൈവത്തിന് വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന പണം ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടമായിരിക്കും എന്ന് ഞാൻ ചെറിയൊരു കാര്യം ഓർപ്പിച്ചു എന്ന് മാത്രം. അടുത്തത് അതിക്രമം പെരുകുന്നു. ഇതുപോലെ അതിക്രമം പെരുകുന്ന ഒരു കാലമില്ലെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ കഴിവിൻ്റെ പരമാവധി നോക്കുന്നുണ്ട്. പക്ഷേ അതിക്രമത്തെ തടസ്സപ്പെടുത്താൻ പറ്റാത്ത ഒരു നിലവാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പകാലങ്ങളിലെ പോക്കറ്റ് അടിക്കുന്നത് പുരുഷന്മാരായിരുന്നു, വിദഗ്ധന്മായ നിലയിലെ. പക്ഷെ കാലം മാറിയെന്ന് സ്ത്രീകൾ പോക്കറ്റടിക്കാരായി. ബസ് യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ആയിരുന്നാലും അമ്മമാരുടെ ആയിരുന്നാലും അവരുടെ ദേഹത്തെ തൊടാതെയാണ് ഇവരെങ്ങനെയോ ഇവർ പഠിച്ചിരിക്കുന്ന അഭ്യാസത്താൽ ആഭരണമായിരുന്നാലും ബാഗിനകത്തുള്ള പേഴ്സ് വരെ അവരെ അടിച്ചു മാറ്റുന്നൊരു കാലം. ഇതുങ്ങളെ മിക്ക ദിവസവും പിടിക്കുന്നുണ്ട്.
മിക്ക ദിവസവും കേൾക്കാം. പക്ഷെ പിന്നെ അടുത്തയാൾ വരുന്നു. ഇത് നാടോടികളുമുണ്ട്, നാട്ടുകാരുമുണ്ട്, ആരും മോശക്കാരല്ല. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാറുണ്ട്, നീ എവിടെ അധർമ്മം ചെയ്താലും പിടിക്കപ്പെടും. രഹസ്യമായി ചെയ്യുന്നത് പരസ്യത്തിൽ കൊണ്ടിരുന്ന ദൈവമാണ്. ഇതുകൊണ്ട് എന്താ മെച്ചം? ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വാഹനത്തെ യാത്ര ചെയ്യുന്നവർ നല്ലൊരു ഭൂരിഭാഗം ആളുകളും മനസ്സുപോലും മർദ്ദിച്ച് അവശരാക്കി പോലീസിനെ ഏൽപ്പിക്കുന്ന പദ്ധതിയാണ് ഉള്ളത്. ജീവിതം പോയില്ലേ? അധ്വാനിച്ചിട്ട് നമുക്കെന്തെങ്കിലും അതിൻ്റെ പ്രയോജനം, അതേറ്റവും വിലപ്പെട്ട കാര്യമാണ്. അന്യൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പണം നമുക്ക് നമ്മുടെ പോക്കറ്റിൽ വരുന്ന പരിപാടി ഇന്ന് ലോകം വല്ലാത്തൊരു സാഹചര്യം വന്നിരിക്കും. ഭയപ്പെട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. ട്രെയിനെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ബായികോടെ അടിച്ചുകൊണ്ട് പോകുന്നു. ബസ് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, അതങ്ങനെ പോകുന്നു. നടന്നു പോകാൻ പറ്റിയേല, ബൈക്കേ പോകാൻ പറ്റിയേല. ഇതുപോലെ അതിക്രമം വർദ്ധിച്ച ഒരു കാലമില്ല. എന്താണ് ഇത്രയും വർദ്ധിക്കാനുള്ള കാരണം? മനുഷ്യൻ ആഡംബരമായി ജീവിക്കണം. മനുഷ്യനെ വിയർപ്പ് കൂടാതെ പണം ഉണ്ടാക്കണം. കഷ്ടപ്പെടാതെ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാർഗമാണ് ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഒരു തലമുറയ്ക്ക് തന്നെ ദോഷമാണ്. ഇതെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ നിങ്ങൾ ജയിലറയിൽ പോയി അവിടെ കിടക്കേണ്ട സാഹചര്യമാകും. പൗലോസ് അപ്പോസ്തലനെ അന്ത്യകാലത്തിന് വലിയ പട്ടിക പറഞ്ഞിട്ടുണ്ട്. ശിഷ്യനായിരിക്കുന്ന തീമോഥെയോസിന് പറയുകയാണ്, 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ വരും. ദുർഘട സമയമല്ലേ എന്നറിഞ്ഞുകൊള്ളുക. മനുഷ്യൻ സ്വസ്നേഹികൾ, അവനവനെ സ്നേഹിക്കുക. അത് വല്ലാത്ത സ്നേഹം. ഭാര്യയോ മക്കളെയോ അപ്പനെയോ അമ്മയോ ഒന്നുമല്ല, അവനവനെ സ്നേഹിക്കുന്നതെന്നാ പറയുന്നത്. സ്വസ്നേഹികളെ, ദ്രവ്യാഗ്രഹികളെ, ദ്രവ്യത്തിന് വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങളുടെ വരെയും കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന നരാധമന്മാരുടെ നാടാണ് നമ്മുടെ കേരളമെന്ന കാര്യം ഓർപ്പിക്കുകയാണ്. അഹങ്കാരികളെ, അയ്യോ എന്ത് അഹങ്കാരം അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ ആരാന്നറിയാമോ? പണ്ടൊരിക്കലും ദൈവദാസൻ പറഞ്ഞ്, അറിയാമേ നിനക്ക് വേണ്ടി ശവപ്പെട്ടി അവിടെ കൂട്ടുന്നുണ്ട്, പുഴുക്കൾ നിന്നെ കാത്തിരിക്കുകയാണെന്നൊരു ദൈവദാസന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അഹങ്കാരികൾ, അടുത്ത ശ്വാസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോയില്ലേ പൊന്നഹങ്കാരികളെ. ദൂഷകന്മാരെ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരെ, നന്ദി കെട്ടവരെ, ഒരു നന്ദിയുമില്ല എന്ത് കാണിച്ചാലും, അശുദ്ധരെ എന്ന് പറഞ്ഞാൽ എല്ലാ പാപത്തിലും കുഴഞ്ഞിരിക്കുകയാണെന്ന്, വാത്സല്യമില്ലാത്തവരെ. കാട്ടിക്കിടക്കുന്ന ആനയെ കൊണ്ടിട്ട് ഇവിടെ ആളുകളൊക്കെ മരിക്കുന്നുണ്ട്. അതിന് പാപ്പാനോട് കാണിക്കുന്ന സ്നേഹമൊക്കെ ഭയങ്കര, ചിലപ്പോഴൊക്കെ അതിൻ്റെ കാട്ടിലെ സ്വഭാവം കാണിക്കുന്നെങ്കിലും കാട്ടിക്കിടക്കുന്ന ആന അതിന് പാപ്പാനോടുള്ള സ്നേഹം പക്ഷെ ഇവിടെ പറഞ്ഞ ഇണങ്ങാത്തവരെ, മനുഷ്യന് ഇണങ്ങാത്തവരെ, ഉഗ്രന്മാരെ, ദ്രോഹികളെ, ധാഷ്ട്യക്കാരെ, അടുത്ത നിഗളികളെ. അയ്യോ, ഒരു വാക്ക് കേട്ടുകഴിഞ്ഞാൽ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി എന്ന് പറഞ്ഞാൽ ഭോഗത്തിന് വേണ്ടി എന്തും ചെയ്യുക. ഭക്തിയുടെ വേഷം, അടുത്ത കമ്പനിയാണ് ഭക്തന്മാരെന്ന് അഭിനയിച്ചിരിക്കുന്ന ഒത്തിരി എണ്ണത്തിനെ പോലീസ് പോക്കുന്നുണ്ട്. ഭക്തിയുടെ വേഷം ധരിച്ച് അത് ശക്തിയെ ത്യജിക്കുന്നവരും ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിവീൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ നിലയിലൊക്കെ ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ദൈവമക്കൾ ഒന്നുകൂടെ തങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ച്, ഇവിടുത്തെ ലോകം എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു നിത്യരാജ്യമുണ്ട്. ഈ പറയപ്പെട്ട 10-20 പാപം ഞാൻ പറഞ്ഞില്ലേ, അതുണ്ടെങ്കിൽ ആരുടെയും ഉണ്ടെങ്കിൽ ഇന്നോട് ഗുഡ് ബൈ പറഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക പ്രിയമുള്ളവരെ. സംഭവങ്ങൾ വിളിച്ചു പറയുന്നു. യേശു വരാറായി. ഭാരതത്തിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.